നായപ്രേമികൾ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. നായകൾ മറ്റുള്ളവരെ കടിച്ചാലോ നായകൾ മറ്റുള്ളവരെ ഒന്ന് മാന്തിയാലോ ഈ നായപ്രേമികളെ അവിടെ കാണാൻ സാധിക്കില്ല. മറിച്ച് ഈ നായപ്രേമികളെ കാണണമെങ്കിൽ ഒരു നായയ്ക്ക് എന്തെങ്കിലും സംഭവിക്കണം. ആ നായയെ ആരെങ്കിലും തല്ലിക്കൊല്ലണം, അല്ലെങ്കിൽ ആ നായയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കണം, അല്ലെങ്കിൽ ആ നായയ്ക്ക് തെരുവ് നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരെ ആരെങ്കിലും കൈവയ്ക്കണം. ഇങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ നായപ്രേമി സംഘം നമ്മുടെ നാട്ടിൽ ഇറങ്ങും. ഈ നായപ്രേമി സംഘത്തിൻ്റെ ഈ തരത്തിലുള്ള ചെയ്തികൾ, ഈ നായകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചെയ്തികൾ, തെരുവ് നായകളെ ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന ചെയ്തികൾ കാരണം നരകിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. അതറിയണമെങ്കിൽ നമ്മുടെ നാട്ടിലെ, നിങ്ങളുടെ തന്നെ നാട്ടിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലോ പോയാൽ മതി. അവിടെ പേ വിഷബാധയ്ക്കുള്ള റാബിസ് ഇഞ്ചക്ഷൻ വാക്സിൻ എടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആൾക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വാക്സിൻ എടുക്കാൻ എന്നുള്ളത്. ഈ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് ഡോസ് എടുക്കണം, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് പിന്നെയും അലർജിക്കുള്ള ഒരു വാക്സിൻ എടുക്കണം, അലർജി ആവുമെങ്കിൽ അത് കഴിഞ്ഞ ശേഷം ആണ് യഥാർത്ഥത്തിലുള്ള ഇത് തുടങ്ങും. അതായത് ഏകദേശം ഒരു 7-8 മണിക്കൂർ നീണ്ട ഒരു പ്രൊസീജിയറാണ് ഈ റാബിസ് വാക്സിൻ എടുക്കുക എന്ന് പറയുന്നത്. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാലോ, ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ മറ്റു ഡോസുകൾ എടുക്കാൻ വരണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഇതിൻ്റെ ഡോസുകൾ എടുക്കാനായിട്ട് നിങ്ങൾ വിട്ടുപോയാൽ പിന്നീട് ഈ പ്രൊസീജിയർ ഒന്നേന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇതാണ് അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ചണ്ഡീഗഡ് അതിനൊരു വലിയ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ചണ്ഡീഗഡ് ഹാസ് റോൾഡ് ഔട്ട് സ്ട്രിക്റ്റ് ന്യൂ റൂൾസ് ഫോർ പെറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഡോഗ്സ്. അതായത് നിങ്ങളുടെ പെറ്റ് ഡോഗിനും നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡോഗിനും ഈ സർക്കാർ കൃത്യമായിട്ടുള്ളൊരു റൂള്, അതായത് മാർഗനിർദ്ദേശം, നിയമം കൊണ്ടുവരുന്നുണ്ടെന്നാണ് ഇപ്പോൾ ചണ്ഡീഗഡ് ഗവൺമെൻറ് പറയുന്നത്. 10,000 രൂപയാണ് നിങ്ങൾക്ക് ഫൈൻ ഇടാൻ പോകുന്നത്. എന്തിനാണ്? നിങ്ങളുടെ നായ തെരുവിലിറങ്ങി മലമൂത്ര വിസർജനം നടത്തിയാൽ നിങ്ങൾക്ക് 10,000 രൂപ ഫൈനാണ്. കംപ്ലീറ്റ് ബാൻ ഓൺ ഡേഞ്ചറസ് ബ്രീഡ്സ് ലൈക്ക് പിറ്റ്ബുൾ, റോട്ട്വീലർ, അമേരിക്കൻ ബുൾഡോഗ് ആൻഡ് ഡോഗോ അർജന്റീനോ. അതായത് പിറ്റ്ബുൾ എന്ന് പറയുന്ന നായയ്ക്ക് നമ്മുടെ ചണ്ഡീഗഡിൽ കംപ്ലീറ്റ് ബാനാണ്. ആരെങ്കിലും വളർത്തുന്നത് കണ്ടാൽ ഒരു ദാക്ഷിണ്യവും കാണില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. റോട്ട്വീലറിന് കംപ്ലീറ്റ് ബാനാണ്, അമേരിക്കൻ ബുൾഡോഗിന് കംപ്ലീറ്റ് ബാനാണ്, ഡോഗോ അർജന്റീന എന്ന് പറയുന്ന ബ്രീഡിനും കംപ്ലീറ്റ് ബാനാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എക്സിസ്റ്റിംഗ് ഓണേഴ്സ് മസ്റ്റ് രജിസ്റ്റർ സച്ച് ഡോഗ് വിത്തിൻ 45 ഡേയ്സ്. അതായത് ഇപ്പോൾ ഇത് കയ്യിലുള്ള ആൾക്കാർ, അവർക്ക് ഇത് തുടരാം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ നായയെ സൂക്ഷിക്കാം, പക്ഷേ അവർ കൃത്യമായിട്ട് ഈ ഡോഗ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. 45 ദിവസമാണ് നിങ്ങൾക്ക് സമയം തരുന്നത്. ഇല്ലെങ്കിൽ വമ്പൻ പിഴയാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ചണ്ഡീഗഡ് ഗവൺമെൻറ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.